ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു പൊറാട്ടയുടെയും ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 1.5 കിലോ മൈദ എടുത്തിട്ടാണ് നമ്മൾ പൊറാട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലോട്ട് നമുക്ക് 2 കോഴിമുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൊറാട്ട കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇക്കാടെ ഉമ്മയാണ് ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹെൽപ്പിങ്ങിനായിട്ട് കുഴച്ച് കൊടുക്കാനൊക്കെ എക്കും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മുകളിലും അടിയിലൊക്കെ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കതൊന്ന് ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മളെല്ലാതും ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് എല്ലാത്തിലും നന്നായിട്ട് എണ്ണ തൂവിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതെല്ലാതും ജസ്റ്റ് ഒന്ന് കുഴൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീശി അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലും മൈദപ്പൊടിയും തൂവി കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കിയെടുത്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ബോൾസും നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് സാധാ പൊറോട്ടയും കുറച്ച് നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽ പൊറോട്ടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് കുഴൽ വെച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമ്മളിതിലോട്ട് മൈദപ്പൊടിയും ഓയിലും തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂൽ പൊറോട്ടയ്ക്ക് നമ്മൾ മടക്കുമ്പോൾ 2 സൈഡിൽ നിന്നും ഒരുമിച്ച് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൈ വെച്ചിട്ട് എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു പത്തിരിക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 6 പൊറോട്ട ഉള്ളതിൽ ഒരുമിച്ചിട്ടിട്ടാണ് ചുട്ടെടുത്തത്. അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇടക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ചുട്ടെടുക്കുക. ഇനി നമുക്ക് ചൂട് പൊറോട്ട നന്നായിട്ട് കൈകൊണ്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ നൂൽ പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധാ പൊറോട്ടയും കൂടി അടിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ പൊറോട്ടയുടെ പരിപാടി ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീഫ് കറിയും കൂടി വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് കറിയുടെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കാരണം ഫുൾ റെസിപ്പി ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നല്ല ചൂടുള്ള ബീഫ് കറിയും പൊറോട്ടയും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.